ഹലോ, അപ്പോൾ ഇന്നൊരു ശിവരാത്രി ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അമ്മമ്മയുടെ വീട്ടിലാണ്. കാരണം നമ്മുടെ വീട്ടിൻ്റെ അവിടെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആണെങ്കിൽ നല്ല അടിപൊളി പരിപാടികളാണ്. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും പിന്നെ അറിയാമല്ലോ, കളിയും ബഹളവും ഇതന്നെയായിരിക്കും. അപ്പോൾ മിന്നും ഇങ്ങനെ കളിമണ്ണും ചെമ്മണ്ണൊക്കെ കൊണ്ട് ഓരോരോ ആർട്ട് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനും കൂടിയിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ഐസ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ നിന്നൊക്കെ കുറച്ച് ഐസ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമൻ വട, ബോണ്ട, ബജ്ജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്ര എരിവുള്ള സാധനമൊന്നും കഴിക്കാനേ പറ്റില്ല. പക്ഷേ ഞാനിതൊക്കെ കുറേ ആയി കഴിച്ചിട്ട്, അപ്പോൾ ഞാനിതൊക്കെ ഒരു ആക്രാന്തം മൂത്തെടുത്തിട്ട് വടയൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടി നൈറ്റാണ്. അപ്പോൾ രാത്രിക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ റെഡിയാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ക്യൂട്ട് കുട്ടികൾസും ഫുൾ മേക്കപ്പ് ഞാനാണ്. എൻ്റെ എല്ലാ കഴിവും പുറത്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റണ പോലെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് മേക്കപ്പിൽ. എന്നിട്ട് ഇവർ 2 പിൻസ് പോലെ തലയൊക്കെ കെട്ടി 2 ഒരേ ഹെയർ സ്റ്റൈൽ, ഒരേ മേക്കപ്പ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നേരത്തെ പോയി ഇവരെല്ലാവരും കൂടെ, കാരണം സീറ്റ് പിടിക്കാനാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ആ സൈഡിലിരുന്നു. അവരൊക്കെ വേറെ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ക്ലിയറായി കാണാൻ പറ്റുന്നു വന്നിട്ട്. പക്ഷെ പരിപാടി തുടങ്ങുന്ന മുന്നേ കുറേ കുട്ടികൾ വന്നിട്ട് കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പൊടി കുട്ടികളൊക്കെ വന്നിട്ട് അതിൽ അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സ്റ്റേജ് ഫിയറും അങ്ങനെയൊക്കെ ഡാൻസ് കണ്ടിട്ട് ശരിക്കും ഞെട്ടി. കാരണം അത്രയും നന്നായി അവർ കളിക്കുന്നുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പരിപാടി നമ്മുടെ മാമനും സംഘടനകളും ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. ഇങ്ങനെ പരിപാടി വയ്ക്കുന്നത് ശരിക്കും നല്ലതാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഇങ്ങനെ ഉറക്കമൊഴിക്കുന്ന ടീം ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി കണ്ടിരിക്കണമെന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈശ്വര പ്രാർത്ഥനയൊക്കെ ആ ഒരു ചേച്ചി നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാടിക്കഴിഞ്ഞ് അതിനപ്പോൾ നാടൻ പാട്ടുകാരൊക്കെ വന്ന് പരിപാടി തുടങ്ങി. സൂപ്പർ പരിപാടിയായിരുന്നു. ഞാൻ വ്രതമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ഹെൽത്ത് കണ്ടീഷനൊക്കെ കൊണ്ട് ഞാൻ വ്രതമൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിൽ അവിടെ പോകുമ്പോഴാണ് ശരിക്കും ഒരു നാട്ടിൻ പുറത്തിൻ്റെ ആ ഒരു ശരിക്കും ഫീൽ. പാടം ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും അമ്മമ്മയുടെ വീട് കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ ശരിക്കും ഒരു നാട്ടിൻ പുറത്തിൻ്റെ ഫീലാണ് കിട്ടുക. എല്ലാവരും കൂടെ ചേർന്ന് ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുക, അങ്ങനെ എല്ലാവരും കൂടെ ഒരു കോപ്പറേഷനിലൊക്കെ നിന്നിട്ട് നല്ല ചെറിയ പരിപാടികളാണെങ്കിൽ അവരെല്ലാം അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് നല്ല രസമാണ്. ഇപ്പോൾ ശിവരാത്രി ആയാലും ഇങ്ങനെ കുറേ പൊങ്കൽ അങ്ങനെയൊക്കെ വരും. എൻ്റെ വീട്ടിൻ്റെ അവിടെ അതൊക്കെ വളരെ കുറവാണ്. ഇങ്ങനെ പരിപാടികൾ തന്നെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞും ശരിക്കും ആ പാലക്കാടിൻ്റെ വൈബൊക്കെ കിട്ടും. കാരണം രാത്രി മഞ്ഞും പാടത്തിൻ്റെ നടുക്ക് പരിപാടിയും അങ്ങനെ ചെറിയൊരു അമ്പലം, പിന്നെ പന, അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. നൈറ്റാണ് എനിക്കിങ്ങനെ കുറച്ചും കൂടെ പരിപാടി വെക്കുന്നതും എല്ലാം ഇഷ്ടം. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഓരോ പരിപാടികൾ ഇന്ന് കാണാൻ അത്ര താല്പര്യം കുറവാണ് കുറച്ച്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വേലപ്പറമ്പ് കാണാൻ, ഈ വിൽക്കാൻ വെച്ച സാധനങ്ങളൊക്കെ കാണാനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.